എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ഗുരുത്വാകർഷണ തത്വം പോലെ തന്നെ ആകർഷണ തത്വവും ഒരിക്കലും പിഴക്കില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആകർഷിച്ചെടുത്തതായിരിക്കും എന്നാണ് പറയുന്നത്. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും അത് അംഗീകരിച്ചു തുടങ്ങുവാൻ നാം തയ്യാറായാൽ അനന്തരഫലങ്ങൾ വിസ്മയാവഹമായിരിക്കും. ഇതൊരു വച്ചാണ് നിലനിർത്തിയത്. ഞാൻ തുടർന്ന് വായിക്കാം. ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം എന്തെല്ലാം ചിന്തകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അവബോധത്തിൻ്റെ ദിശ മാറ്റിക്കൊണ്ട് ആ പ്രവൃത്തികളെ പിൻവലിക്കാൻ കഴിയും. എന്തിനേയും മാറ്റാനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. കാരണം നിങ്ങളുടെ ചിന്തകളെ നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ വികാരങ്ങളെ അനുഭവിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ പ്രയാണത്തിൽ സ്വന്തം പ്രപഞ്ചത്തെ നിങ്ങൾ തന്നെ സൃഷ്ടിക്കുകയാണ്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വാക്കുകളാണിത്. ഡോക്ടർ ജോ വിറ്റാലെ ഇങ്ങനെ പറയുന്നു: സുഖാനുഭവം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം ഈ വികാരങ്ങളാണ് നിങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളായി പ്രപഞ്ചത്തിലേക്ക് അയക്കപ്പെടുന്നതും സമാനമായ അനുഭവങ്ങളെ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതും. അതിനാൽ നല്ല വികാരാനുഭവങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തരുന്ന കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഉത്കൃഷ്ടതയിലേക്ക് ഉയരാൻ കഴിയും. ബോബ് പ്രോക്ടർ ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് വിഷാദമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഞൊടിയിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാൻ കഴിയും എന്നതാണ്. ഒരു നല്ല ഗാനം കേൾക്കുക അല്ലെങ്കിൽ പാടുക. നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുവാൻ ഇതിന് കഴിയും. അല്ലെങ്കിൽ മനോഹരമായ എന്തിനെയെങ്കിലും കുറിച്ച് ചിന്തിക്കുക. ഒരു കൊച്ചു കുഞ്ഞിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്ന എന്തിനെയെങ്കിലും കുറിച്ച് ചിന്തിക്കുക. ആ ചിന്ത കുറച്ചു നേരം മനസ്സിൽ തങ്ങി നിൽക്കട്ടെ. ആ ചിന്തയൊഴികെ മറ്റെല്ലാത്തിനെയും തടഞ്ഞു നിർത്തുക. ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങൾക്ക് സുഖകരമായ വികാരം തീർച്ചയായും അനുഭവപ്പെടും. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ വികാരാനുഭവങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഇത്തരം ഉപാധികളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അവ മനോഹരമായ ഓർമ്മകളാവാം, ഭാവിയുടെ സങ്കല്പങ്ങളാവാം, രസകരമായ മുഹൂർത്തങ്ങളാവാം, അല്ലെങ്കിൽ സംഗീതമോ പ്രകൃതിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ ആവാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോപമോ അസ്വസ്ഥതയോ വിഷാദമോ തോന്നിയാൽ ഈ പട്ടികയെടുത്ത് അതിലേതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഓരോ സമയത്ത് ഓരോന്നായിരിക്കും ഫലപ്രദമാവുക. ഒരെണ്ണം ശരിയായില്ലെങ്കിൽ മറ്റൊന്ന് എടുക്കുക. നിങ്ങളുടെ തരംഗദൈർഘ്യം മാറ്റാനും ചിന്തകളുടെ ദിശ മാറ്റാനും വേണ്ടി ഏതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തീരുമാനിക്കാൻ ഏതാനും നിമിഷം മതി. ഇന്നിവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു.